അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത ജി നായർക്ക് അന്ത്യാഞ്ജലിയേകി ജന്മനാട്. പത്തനംതിട്ട പുല്ലാട്ടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ നാടൊന്നടങ്കം രഞ്ജിതയ്ക്ക് യാത്രാമൊഴിയേകാൻ എത്തിയിരുന്നു. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഒരു നാടാകെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലിയാണ് രഞ്ജിതയ്ക്ക് നൽകിയിരിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുമായി വിദേശത്തേക്ക് ജോലിക്കായി പോയി തിരികെ നാട്ടിലെത്തി നല്ലൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച രഞ്ജിതയെ പക്ഷേ വലിയൊരു ദുരന്തമാണ് കാത്തിരുന്നത്. എന്തായാലും ഒരു നാടാകെ അന്ത്യാഞ്ജലിയേകുന്ന യാത്രയയപ്പ് നൽകുന്ന കാഴ്ചയല്ലേ നമുക്ക് കാണാൻ കഴിഞ്ഞത്? കണ്ണീരിൽ കുതിർന്ന യാത്രാ പ്രണാമങ്ങളോടെയാണ് നാട് രഞ്ജിതയ്ക്ക് യാത്രാമൊഴി നൽകിയത്. രാവിലെ 7 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രഞ്ജിതയുടെ ഭൗതികദേഹം എത്തിക്കുകയും തുടർന്ന് 9:30 രഞ്ജിത പഠിച്ച വിദ്യാലയമായ ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലേക്ക് പുല്ലാട് ജന്മനാട്ടിലേക്ക് ഭൗതികദേഹം കൊണ്ടുവന്നു. നിരവധി ആളുകളാണ് രഞ്ജിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് എത്തിയത്. സ്കൂളിലാണ് കൂടുതൽ ആളുകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ഒരുക്കിയിരുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 1:30 വീട്ടിലേക്ക് ഭൗതികദേഹം വിലാപയാത്രയായി കൊണ്ടുപോയി. വീട്ടിൽ കുടുംബാംഗങ്ങളും മറ്റ് വേണ്ടപ്പെട്ടവർക്കും മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരുന്നത്. തുടർന്ന് 4:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. രഞ്ജിത നായരുടെ മകൻ ഇന്ദുചൂടൻ ചിതയ്ക്ക് തീ കൊളുത്തി. സഹോദരങ്ങളുടെ പുത്രന്മാരായ കാശിനാഥ്, ശ്രീറാം എന്നിവർ ചേർന്ന് അഗ്നി പകർന്നതോടുകൂടി ഈ വലിയ ദുരന്തത്തിന് ഇരയായ പുല്ലാട് സ്വദേശിനിയായ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തത്തിനിരയായ രഞ്ജിതയ്ക്ക് നാട് ഒന്നടങ്കം കണ്ണീർ യാത്രയയപ്പ് നൽകി. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ വിവിധ വ്യക്തിത്വങ്ങൾ ഇന്ന് രാവിലെ സ്കൂളിലും ഒപ്പം വീട്ടിലും എത്തി രഞ്ജിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി VN വാസവനാണ് അന്തിമോപചാരം അർപ്പിച്ചത്. BJP നേതാവ് കുമ്മനം രാജശേഖരൻ അടക്കമുള്ള നിരവധി ആളുകൾ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച സ്കൂളിലുമെല്ലാം എത്തി രഞ്ജിതയ്ക്ക് യാത്രയയപ്പ് നൽകി. കഴിഞ്ഞ 11 ദിവസമായി ഒരു നാട് ഒന്നടങ്കം ഞെട്ടലിൽ വിതുമ്പലോടുകൂടി ആണ് ഈ വാർത്ത ഇങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരി ഈ വിമാന ദുരന്തത്തിൽ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടത്. തീർത്തും ദുഃഖകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെയായിരുന്നു നാട് ഇന്ന് കടന്നുപോയത്. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.